ബ്രഹ്മപുരാണം, പാത്മപുരാണം, വൈഷ്ണവം, ശൈവം, ലൈംഗം, ഗാർഹം, നാരദീയം, ഭാഗവതം, ആഗ്നേയം, സ്കാന്ദം. പുരാണങ്ങളിൽ ഏറ്റവും ബൃഹത്തേതാ സ്കാന്ദപുരാണം. സ്കാന്ദപുരാണം, ഭവിഷ്യം, ബ്രഹ്മവൈവർത്തം, മാർക്കണ്ഡേയം, വാമനം, വാരാഹം, മത്സ്യം, കൗർമ്മം, ബ്രഹ്മാണ്ഡം എന്നിങ്ങനെ 18 പുരാണങ്ങളുടെ വിസ്തരിച്ചുള്ള വർണ്ണനയൊക്കെ നടത്തിയിട്ട് ഈ പുരാണങ്ങളാണ് കഥാരൂപേണ മനസ്സിലാക്കാൻ എളുപ്പമായത് എന്നതുകൊണ്ടാണ് ശൗനകാദി ഋഷീശ്വരന്മാരോട് പറയുകയാ കഥാരൂപേണ ഒഴുകിയ ഭാഗവതം. ഭാഗവത്തിന്റെ പ്രത്യേകത ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം നാദയം മുഹുരഹോ ഇത് കഥയല്ല. കഥയ്ക്കപ്പുറത്തോടെ അനുകരണീയമായിരിക്കുന്ന ജീവിതത്തെയും മഹാതത്വത്തെയും നമ്മുടെ മുമ്പിലിട്ട് തന്നതായിട്ടുള്ള ഭാഗവതം എവിടെ നിന്ന് വന്നതാ? വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്നും അടർന്നു വീണ ഒരു നല്ല പഴം ശ്രീശുക ബ്രഹ്മർഷിയുടെ മുഖത്തോട് ചേർന്നപ്പോൾ അമൃതതുല്യമായി തീർന്നിരിക്കുന്ന ഈ ഭാഗവതത്തെയാണ് ഒന്നാം ദിവസം പറഞ്ഞത് കർമ്മക്കെട്ടുകൾ കെട്ടി പൊട്ടിപ്പോകുന്നത് പോലെ. ഈ കർമ്മത്തിൻ്റെതായിട്ടുള്ള കെട്ടുകൾ മുഴുവൻ വേർപെട്ടു പോകുന്നത് വരെ ചെവി കൊണ്ട് കേൾക്കാനല്ല പറഞ്ഞത്, പിന്നോ ഇതിന് വാരിപ്പോരും കുട്ടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ പുരാണ സംഹിതാക്രമത്തെ മുഴുവൻ വർദ്ധിച്ചു.